അപ്പോ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുന്നേ തന്നെ മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്ന ശ്രീ ഗണേഷ് കുമാർ പണി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതായത് പിണറായിക്കും പരിവാരങ്ങൾക്കും നീരസങ്ങൾ ആരംഭിച്ചു എന്ന് സാരം. അതുകൊണ്ട് തന്നെ മന്ത്രിസ്ഥാനത്ത് എത്ര നാൾ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമസ്കാരം. അപ്പോൾ 2 മന്ത്രിമാര് രാജിവെച്ചു, മറ്റ് 2 പേര് മന്ത്രിമാരാകുന്നു. അതിൽ അഹമ്മദ് ദേവർകോവിലും കടന്നപ്പള്ളി രാമചന്ദ്രനും നിശബ്ദരാണ്. പക്ഷേ മറ്റ് 2 പേര് അവരൊരിക്കലും നിശബ്ദരായി ഇരുന്നവരല്ല. അതുകൊണ്ട് തന്നെ LDF യോഗം കഴിഞ്ഞപ്പോൾ തന്നെ വിവാദങ്ങൾക്കും തുടക്കമായിരിക്കുകയാണ്. അതിൽ രാജിവെച്ച ആന്റണി രാജുവിനെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് ഗണേഷ് കുമാർ ഉണ്ടാക്കുന്ന പൊല്ലാപ്പുകളെ കുറിച്ച് പറയാം. നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശം ഗതാഗത മന്ത്രി എന്ന നിലയിലാണ് ആന്റണി രാജുവിന്റെ പടിയിറക്കം. അതിന് പ്രധാന കാരണം എന്ന് പറയാവുന്നത് KSRTC ഏറ്റവും കൂടുതൽ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയ ഭരണകാലം. ശമ്പള പെൻഷൻ വിഷയങ്ങളിൽ തൊഴിലാളികളെ പരസ്യമായി കൈയൊഴിഞ്ഞ ഒരു മന്ത്രി, കുത്തഴിഞ്ഞ ഭരണം കാഴ്ചവെച്ച മന്ത്രി, KSRTC എന്ന പ്രസ്ഥാനത്തെ തൊഴിലാളി യൂണിയനുകൾക്ക് അടിയറ വെച്ച ഒരു മന്ത്രി, വായെടുത്താൽ കള്ളം മാത്രം പറയുന്ന മന്ത്രി. അങ്ങനെ നിരവധിയാണ് നമുക്ക് കഴിഞ്ഞ 2.5 വർഷത്തെ അദ്ദേഹത്തിന്റെ ഭരണകാലത്തിൽ ഓർത്തെടുക്കാൻ ആകെയുള്ളത്. ഇപ്പോ പടിയിറങ്ങുമ്പോൾ പറഞ്ഞ വാക്കുകളും പച്ചക്കള്ളമായിരുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ് നമ്മളുടെ KSRTC തൊഴിലാളി യൂണിയനുകൾ. അതായത് രാജിവെച്ചതിന് ശേഷം അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞത് ശമ്പളം മുഴുവനായി കൊടുത്ത് പടിയിറങ്ങുന്നതിൽ സംതൃപ്തി എന്നാണല്ലോ. എന്നാൽ സാധാരണ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന മാതൃകയിലല്ലല്ലോ ഇപ്പോൾ ഈ KSRTCയിൽ ശമ്പളം കൊടുപ്പ് പിന്തുടരുന്നത്. അതായത് 1 മാസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ശമ്പളം കൊടുപ്പ്. അതുകൊണ്ട് തന്നെ ജോലി ചെയ്ത് 1 മാസത്തിന് ശേഷം ശമ്പളം കൊടുക്കുന്നത് ഒരു നേട്ടമായി പറഞ്ഞു നടക്കുന്നത് അല്പത്തരമാണ് എന്നുള്ളതാണ് തൊഴിലാളി യൂണിയനുകൾ പ്രതികരിച്ചിരിക്കുന്നത്. ഇതെല്ലാം ചിലപ്പോൾ സംഭവിച്ചത് പിണറായിയുടെ ധൂർത്തിനു വേണ്ടി അനുസരണയുള്ള ഏറാൻ മൊഴിയായി വഴങ്ങിക്കൊടുത്തതുകൊണ്ടുമായിരിക്കാം. ആന്റണി രാജുവിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഏതായാലും നേരത്തെ ഞാൻ ആന്റണി രാജുവിനെ കുറിച്ച് പറഞ്ഞ പോരായ്മകൾക്കും മുഖ്യമന്ത്രിയുടെ ധൂർത്തിനും എല്ലാമുള്ള ഉത്തരം എന്ന നിലയിലാണ് ഗണേഷ് കുമാറിന്റെ ആദ്യ പ്രതികരണം പുറത്തേക്ക് വരുന്നത്. അതായത് മന്ത്രിയാകുന്നതിന് മുന്നേ പടിയിറക്കത്തിനുള്ള വഴികൾ ഗണേഷ് കുമാർ തുറന്നിടുന്നു എന്ന് തന്നെ പറയാം. ആദ്യത്തെ വാചകം, ഇനി വിമർശനങ്ങൾ പറ്റില്ലല്ലോ എന്ന്. അതായത് ഇടത് സർക്കാരിനെ വിമർശിക്കാൻ ധാരാളം വിഷയങ്ങളുണ്ട്, പക്ഷെ ഇപ്പോ ഇനി മുതൽ പറ്റില്ല, മൗനം പാലിക്കേണ്ടി വരും എന്നർത്ഥം. അതിനുശേഷം ഉടനെ ശക്തമായിട്ടുള്ള ഒരു പ്രസ്താവനയും, അതായത് മുൻപ് നടത്തിയ വിമർശനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്ന്. സോ സ്റ്റിൽ ദ ഗവൺമെന്റ് ഈസ് കറപ്റ്റഡ് എന്ന് പുള്ളി പറയാതെ പറയുന്നു. ഇനി ഗതാഗത വകുപ്പിലോട്ട് കടക്കാം. പ്രധാനമായിട്ടും KSRTC ആണല്ലോ. സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരും എന്നതാണ് ആദ്യത്തെ പ്രഖ്യാപനം. അപ്പോ ഇപ്പോ അതില്ല. രണ്ടാമത്തേത് ചോർച്ച കുറയ്ക്കും. അങ്ങനെ നോക്കുമ്പോൾ തന്നെ മിച്ചം പിടിക്കാൻ സാധിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് വകുപ്പുകളിലെ ചോർച്ച എന്ന് പറഞ്ഞാൽ അഴിമതി തന്നെയാണല്ലോ. അപ്പോൾ കഴിഞ്ഞ 7.5 വർഷം ചോർച്ച ഉണ്ടായിരുന്നു എന്ന് തന്നെയല്ലേ അതിന്റെ അർത്ഥം. ഇനി മൂന്നാമത്തത്, ഗതാഗത വകുപ്പാണ് തനിക്ക് ലഭിക്കുന്നതെങ്കിൽ ഒരുപാട് ജോലിയുണ്ട് എന്നുള്ളതായിരുന്നു. അതായത് നശിപ്പിച്ച് നാറാണക്കല്ലെടുത്തിരിക്കുകയാണ്. ഇപ്പോ അതുകൊണ്ട് ഒന്ന് നടുനിവർത്തി നിൽക്കുന്ന അവസ്ഥയിലേക്ക് KSRTCയെ എത്തിക്കാൻ തന്നെ വരുന്ന 2.5 വർഷം പോരാ എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിന്റെ തുടർച്ചയായിട്ട് 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഒരു 2 മുൻകൂർ ജാമ്യങ്ങളും. ഒന്നാമത്തത്, ലാഭത്തിലാക്കാം എന്ന മണ്ടത്തരമൊന്നും ഞാൻ പറയില്ല, അതുകൊണ്ട് വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കരുത്, ഉപദ്രവിക്കരുത്. 2ാമത്തെ ജാമ്യം, മുഖ്യമന്ത്രിയുടെ പിന്തുണയുണ്ടെങ്കിൽ, അതായത് ഈ പറഞ്ഞതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ പിന്തുണ വേണം. അതായത് മുഖ്യന്റെ പിന്തുണയുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കും. പ്രത്യേകിച്ച് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ. അതായത് 2ാം മന്ത്രിസഭയിലെ വാലാട്ടി മന്ത്രിമാരെ പോലെ തനിക്കും നിൽക്കേണ്ടി വന്നാൽ ഈ പറഞ്ഞ ശുദ്ധികലശമൊന്നും നടക്കില്ല എന്ന് സാരം. ഇതിനു മുൻപ് പല വകുപ്പുകളും കൈകാര്യം ചെയ്തപ്പോൾ നല്ല പ്രകടനം കാഴ്ചവെച്ച ഒരു മുൻ മന്ത്രി കൂടിയാണ് ഇത് പറയുന്നത് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കുന്നതിലൂടെ പിണറായിയുടെ തനിസ്വരൂപം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നതിനെ ഉപകരിക്കൂ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഗണേഷ് കുമാർ ഭരിച്ചിട്ടും വകുപ്പിൽ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ അത് പിണറായിയുടെ ഏകാധിപത്യ ഭരണത്തെയും ധൂർത്തിനെയും കളിപ്പാവകളെ മുൻനിർത്തിയുള്ള അഴിമതിയെയും തുറന്നു കാണിക്കലായിരിക്കും എന്ന് സാരം. അത് പിണറായിക്ക് ബോധ്യപ്പെട്ടാൽ ഗണേഷ് കുമാറിന്റെ മന്ത്രിസ്ഥാനം ഏത് നിമിഷവും തെറിക്കുന്ന അവസ്ഥയിലേക്കും എത്തിയേക്കാം. പിന്നെ തൊഴിലാളികളുടെ തോന്നിവാസം വകുപ്പിൽ അനുവദിക്കില്ലെന്നും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് പ്രവർത്തിക്കും എന്നും പറഞ്ഞത് അതൊരു നല്ല സൂചനയായിട്ടും എനിക്ക് തോന്നുന്നുണ്ട്.
കാരണം ആന്റണി രാജുവിന്റെ രീതി എന്ന് പറയുന്നത് രാജാവിനേക്കാൾ രാജഭക്തി എന്നതായിരുന്നല്ലോ. അതിലൂടെ ഏറ്റവും കൂടുതൽ അപമാനം സഹിച്ചത് തൊഴിലാളികളുമായിരുന്നു. അപ്പോൾ നല്ലത് വരും എന്ന് തന്നെ ആശിക്കാം. വോട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനല്ലേ സാധിക്കുള്ളൂ.